മറിയാതെയുമൊക്കെ ചെയ്ത മുഴുവൻ തെറ്റുകൾ അത്യുദാരനായ പടച്ച റബ്ബ് അവന്റെ ഔദാര്യം കൊണ്ട് പരിപൂർണമായി നമുക്ക് മഗ്ഫിറത്ത് തന്ന് അനുഗ്രഹിക്കട്ടെ. രോഗങ്ങൾ, ബലാഅകൾ, മറ്റ് ഷർറുകൾ, ഫിത്നകൾ എല്ലാത്തിനും ശിഫയും സലാമത്തും കാവലും തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ മാതാക്കൾ, പിതാക്കളിൽ നിന്ന് വിട പറഞ്ഞവർ, മറ്റു കൂടപ്പിറപ്പുകൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ, നമ്മുടെ മഹലിന്റെ മഖ്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഖബറാളികൾ, ഈ പരിശുദ്ധമായ മാസത്തിന്റെ ഈ ദിവസത്തിന്റെ വെളിച്ചം കൊണ്ട് അവരുടെ ഖബറുകൾ അല്ലാഹു അലങ്കരിക്കട്ടെ. നാളെ പരിശുദ്ധ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാൻ അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാന്യരായ സഹോദരങ്ങളെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് മാസപ്പിറ കണ്ടതിനനുസരിച്ച് ഇന്ന് റബീഉൽ അവ്വൽ മാസം 1 വരുന്ന 25-ാം തീയതി ചൊവ്വാഴ്ച നബിദിനത്തിന്റെ മീലാദുൻ നബിയുടെ സന്തോഷ ദിവസത്തിലേക്കും നമ്മൾ എത്തിച്ചേരുകയാണ്. നമ്മുടെയൊക്കെ നാടുകളിലും നമ്മുടെ പള്ളികളിലും നമ്മുടെ വീടുകളിലുമൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ പേരിലുള്ള പ്രവാചക പ്രകീർത്തന സദസ്സുകൾ, അത് ചിലപ്പം മൗലിദ് എന്ന പേരിലാകാം, മറ്റു പേരുകളിലുമാകാം. അത്തരം നബിസ്നേഹത്തിന്റെ സദസ്സുകളെല്ലാം തന്നെ നമ്മുടെ ദുനിയാവിലും ആഖിറത്തിലും വലിയ നേട്ടങ്ങൾക്ക് കാരണമായി തീരുന്ന വലിയ നന്മകളും ഇബാദത്തുകളുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയുക, റസൂലിനെ പുകഴ്ത്തുക, റസൂലിന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക, ഇതൊക്കെയാണ് മൗലിദിന്റെ സദസ്സുകളിലൊക്കെ നടക്കുന്നത്. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ എന്ന് നമ്മൾ ഏറ്റ് ചൊല്ലി പാടിപ്പറയുമ്പോ, യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി എന്ന് നമ്മൾ ചൊല്ലുമ്പോ, സ്വലാത്തും വതസ്ലീമും വഅസ്കാ തഹിയ്യതി എന്ന് ചൊല്ലുമ്പോ, മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ എന്ന് ചൊല്ലുന്നത്, യാ നബി സലാം അലൈക്കും എന്നൊക്കെ അറബി ഭാഷ അറിയാത്തവരായ നമ്മൾ ഒരു മൗലിദിന്റെ സദസ്സിൽ കൂട്ടമായി ചൊല്ലുമ്പോ 100 കണക്കിന് സ്വലാത്തുകൾ ചൊല്ലാനുള്ള ഒരു അവസരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്റെ മേൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ പകരം ആ ഒരൊറ്റ സ്വലാത്തിന് പകരം 10 അനുഗ്രഹങ്ങളാണ് അല്ലാഹു തിരിച്ചു നൽകുന്നത് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ തന്നെ പറഞ്ഞതാണ്. മൗലിദിന്റെ സദസ്സുകളുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെ സ്വലാത്താണ്. അറബിയിലോ അല്ലാത്തതോ ആയ ഭാഷയിൽ റസൂലിനെ മദ്ഹ് പറഞ്ഞു പുകഴ്ത്തലാണ്. നമ്മളൊക്കെ സാധാരണ പാരമ്പര്യമായി ചൊല്ലുന്ന മങ്കൂസ് മൗലിദ് അടക്കമുള്ള മൗലിദിൽ അറബി ഭാഷയിലാണ്. അതിന് മലയാളത്തിൽ പറഞ്ഞാലും അത് മൗലിദ് തന്നെയാണ്.
അറബി ചൊല്ലിയാലേ മൗലിദാകൂ, അതിന് മാത്രമേ മൗലിദ് എന്ന പേര് കൊടുക്കാവൂ. അങ്ങനൊന്നുമില്ല. മലയാളത്തിൽ റസൂലിന്റെ മൗലിദ് മദ്ഹ് പറഞ്ഞാൽ, നമ്മളിപ്പോ ഈ ജുമുഅ പ്രഭാഷണത്തിൽ റസൂലിനെ മദ്ഹ് പറഞ്ഞ് റസൂലിനെ പുകഴ്ത്തുന്നത് അതും ഒരർത്ഥത്തിൽ മൗലിദ് തന്നെയാണ്. കാരണം അവിടെ റസൂലിനെ പുകഴ്ത്തി പറയലാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചതും പ്രോത്സാഹിപ്പിച്ചതുമാണ്. ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല സഹാബത്തിന്റെ കൂട്ടത്തിൽ നബി കീർത്തനം കൊണ്ട്, പ്രവാചക പ്രകീർത്തന കവിതകൾ കൊണ്ട് പ്രസിദ്ധനായ മഹാനാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യളഉ ലി ഹസ്സാന മിംബറൻ ഫിൽ മസ്ജിദി. അല്ലാഹുവിന്റെ റസൂല് ഈ ഹസ്സാൻ റളിയല്ലാഹു തആല അൻഹുവിനെ മദീന പള്ളിയിൽ പ്രത്യേകമായ ഒരു മിമ്പർ ഒരുക്കി കൊടുത്തിരുന്നു. മിമ്പർ എന്ന് പറഞ്ഞാൽ ആളുകൾ ശ്രദ്ധിക്കാൻ പാകത്തിന് ആളുകൾക്കിടയിൽ ഉയർന്നു നിൽക്കാൻ പറ്റുന്ന ഒരു പീഠം, ഉയർന്ന ഒരിടം, ഒരു പ്രത്യേകമായ ഒരു ഇരിപ്പിടം, ഒരു പ്രത്യേക പീഠം അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന് ഒരുക്കി കൊടുത്തിരുന്നു. എന്നിട്ട് ആ മിമ്പറിൽ കയറിയിട്ട് അദ്ദേഹം എന്താണ് ചെയ്തിരുന്നത്? യഖൂമു അലൈഹി ഖായിമൻ യുഫാഖിറു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മിമ്പറിൽ, ആ പ്രത്യേകമായ പീഠത്തിൽ കയറി നിന്ന് സഹാബത്തിന്റെ ഇടയിൽ നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ വാഴ്ത്തി പുകഴ്ത്തി പറയുമായിരുന്നു. അതിനുവേണ്ടി പ്രത്യേക ഒരു പീഠം ഒരുക്കി കൊടുത്തേക്കാണ് അല്ലാഹുവിന്റെ റസൂലിനെ പുകഴ്ത്തി പറയാൻ തന്നെ. എന്നിട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂൽ ദുആ ചെയ്യും. എന്തെന്ന്? ഇന്നല്ലാഹ യുഅയ്യിദു ഹസ്സാന ബിറൂഹിൽ ഖുദ്സ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹസ്സാൻ റളിയല്ലാഹു തആല അൻഹുവിന് ശക്തി പകരട്ടെ, കരുത്തു പകരട്ടെ. ബിറൂഹിൽ ഖുദ്സ്, പരിശുദ്ധരായ മലക്കുകളെ കൊണ്ട് റസൂൽ ദുആ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല യുഅയ്യിദു ഹസ്സാൻ ബിറൂഹിൽ ഖുദ്സ് മാ യുഫാഖിറു അൻ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്ന കാലമത്രയും, പാടുന്ന കാലമത്രയും പരിശുദ്ധരായ മലക്കുകളെ കൊണ്ട്, മാലാഖമാരെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹസ്സാനിന് ശക്തി പകരട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ദുആ ചെയ്യുമായിരുന്നു. റസൂലിനെ പുകഴ്ത്തി മദ്ഹ് പറയാ, അത് റസൂല് തന്നെ പ്രോത്സാഹിപ്പിച്ച വലിയൊരു അമലാണ്, വലിയൊരു ഇബാദത്താണ്. അതിലൂടെ ആഖിറത്തിലും മാത്രമല്ല ദുനിയാവിലും വലിയ നേട്ടങ്ങൾ ലഭിക്കാൻ റസൂൽ തന്നെ ദുആ ചെയ്യാണല്ലോ. ഹസ്സാൻ അല്ലാഹു പരിശുദ്ധരാക്കട്ടെ, പരിശുദ്ധരായ മലക്കുകളെ കൊണ്ട്. ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം റഹ്മത്തുള്ളാഹി തആല അലൈഹി അതുകൊണ്ടാണ് പറഞ്ഞത്, മാ മിൻ ബൈത്തിൻ ഔ മസ്ജിദിൻ ഔ മഹല്ലത്തിൻ ഖുരിഅ ഫീഹി മൗലിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല ഹഫത്തിൽ മലായിക ലി അഹ്ലി ദാലികൽ മകാൻ വഅമ്മഹുമുല്ലാഹു ബിർറഹ്മ. ഏതെങ്കിലും ഒരു പ്രദേശത്ത്, ഒരു നാട്ടിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിലുള്ള മൗലിദ് പാരായണം ചെയ്താൽ, ഞാൻ ഒന്നോടെ പറയാണ്, മൗലിദ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓതുന്ന മങ്കൂസ് മൗലിദ് പോലുള്ള അറബിയിലുള്ളത് മാത്രം, അത് മാത്രം മൗലിദായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അത് മാത്രമല്ല മൗലിദ്. മലയാളത്തിൽ റസൂലിനെ പുകഴ്ത്തി പാടി പറഞ്ഞാലും അത് മൗലിദ് എന്ന വിഭാഗത്തിൽ പെടുന്ന മദ്ഹുൻ നബി, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിലുള്ള മദ്ഹ്, അതെല്ലാം പെടും. അത് കാവ്യമായാലും കവിതയായാലും എന്തായാലും, പറഞ്ഞാലും പാടിയാലും ഇതെല്ലാം മൗലിദ് തന്നെയാണ്.
ഏതെങ്കിലും ഒരു പ്രദേശത്ത് റസൂലിന്റെ പേരിലുള്ള ഈ മദ്ഹിന്റെ മൗലിദിന്റെ സദസ്സുകൾ സംഘടിപ്പിച്ചാൽ പടച്ചവന്റെ അനുഗ്രഹത്തിന്റെ മലക്കുകൾ ആ പ്രദേശമാകെ പൊതിയും. സുബ്കിമാം, ബഹുമാനപ്പെട്ട സുബ്കിമാം സുയൂത്തിമാം റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ മലക്കുകൾ പൊതിയും ആ നാട്ടിൽ. വമാ മിൻ മുസ്ലിമിൻ ഖറഅ ഫീ ബൈതിഹി മൗലിദ റസൂൽ ഇല്ലാ റഫഅഹു അല്ലാഹു അൽ ഖഹ്ത വൽ ബലാഅ വൽ വബാ. ഒരാൾ സ്വന്തം വീട്ടിൽ റസൂലിന്റെ പേരിലുള്ള മദ്ഹ് നടത്തിയാൽ, മൗലിദ് പാരായണം ചെയ്താൽ മാരകമായ രോഗങ്ങൾ, വിപത്തുകൾ, അപകടങ്ങൾ എല്ലാത്തിനെ തൊട്ടും ആ കുടുംബത്തിന് അല്ലാഹു കാവൽ നൽകും. ബഹുമാനപ്പെട്ട സുയൂത്തിമാം പറയണം. ഇവരൊന്നും ചെറിയ ആളുകളല്ല, വലിയ കറാമത്തിന്റെ ഉടമയായിരുന്നു സുയൂത്തിമാം. ഒരിക്കൽ തന്റെ ശിഷ്യനോട്, മുഹമ്മദ് ബിൻ അലി എന്ന പേരുള്ള ശിഷ്യനോട് സുയൂത്തിമാം പറഞ്ഞു എന്നാണ്, എന്നോടൊപ്പം പരിശുദ്ധമായ ഹറമിൽ കഅബാലയത്തിന്റെ അടുക്കൽ അസ്ർ നിസ്കരിക്കാൻ നിനക്ക് പൂതിയുണ്ടോ? നാട്ടിൽ വെച്ചിട്ടാണ് ചോദിക്കുന്നത്. എന്റെ അപ്പ അസ്ർ നിസ്കരിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. കണ്ണടയ്ക്കാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് കണ്ണ് തുറക്കാൻ പറഞ്ഞു. തുറന്നപ്പോ കഅബാലയത്തിന്റെ അടുക്കലാണ്. കഅബാലയത്തിന്റെ അടുക്കൽ. അതൊന്നും കെട്ടുന്നതൊന്നും ഇല്ല, നടക്കില്ലാത്ത കാര്യമൊന്നുമല്ല അതൊക്കെ. അള്ളാഹു ചില ആളുകളെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടാൽ അവരുടെ കയ്യ് ഞാനാകും, കാല് ഞാനാകും. അത് അള്ളാഹ് തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. അള്ള തന്നെ പറഞ്ഞിരിക്കുന്ന, അള്ള കാര്യങ്ങൾ ചെയ്യും പോലെ ചെയ്യാനുള്ള കഴിവ് അള്ളാഹു അവർക്ക് കൊടുക്കും. അത് പടച്ചവന്റെ വാഗ്ദാനാണ്. അത് കെട്ടുകഥയും അന്ധവിശ്വാസമൊന്നുമല്ല. സുയൂത്തിമാം മഹാനവറുകൾ ദീനിലില്ലാത്തത്, റസൂല് പഠിപ്പിക്കാത്തത്, അങ്ങനത്തെ സുയൂത്തിമാം നമ്മോട് പറയില്ലല്ലോ. ബഹുമാനപ്പെട്ട ബൂസിരി ഇമാം റഹ്മത്തുള്ളാഹി തആല അലൈഹി ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ പ്രവാചക പ്രകീർത്തന കവിതയാകുന്ന ബുർഉദ്ദ എന്ന ബുർദയുടെ രചയിതാവാൻ ബഹുമാനപ്പെട്ട ബൂസിരി റഹ്മത്തുള്ളാഹി തആല അലൈഹി ശറഫുദ്ദീൻ മുഹമ്മദ് ബിൻ സഈദുൽ ബൂസിരി റഹ്മത്തുള്ളാഹി തആല ലോകത്തെ ഒന്നാമത്തെ പ്രവാചക നബികീർത്തന കാവ്യം ബുർദയാണ്. അമിൻ തദക്കുറുജി റാനിം ബിദി സലമി മസജ്ത ജംഅൻ ജറാ അങ്ങനെ തുടങ്ങുന്ന മൗലായ സല്ലി വസാ. ആ ബുർദ അത് രചിച്ചത് ബഹുമാനപ്പെട്ട ബൂസിരി ഇമാം ഏകദേശം 10 നൂറ്റാണ്ട് മുമ്പാണ്. ഏകദേശം 10 നൂറ്റാണ്ട് മുമ്പ് ബുർദ ഇന്ന് ഏകദേശം 300-ലധികം ഭാഷകളിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബുർഉദ്ദ എന്ന ബുർദ 300-ലധികം ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷാഘാതം പിടിപെട്ട് അനങ്ങാൻ വയ്യാതെ കിടപ്പ് രോഗിയായി പോയ സമയത്താണ് പ്രവാചക പ്രകീർത്തന കവിത എഴുതാൻ ബഹുമാനപ്പെട്ട ബൂസിരി ഇമാം നേർച്ചയാക്കുന്നത്. ആ കിടപ്പിൽ കിടന്നാണ് മഹാനവറുകൾ ബുർദ രചിച്ചതെന്നാണ്. പക്ഷാഘാതം പിടിപെട്ട് എഴുന്നേക്കാൻ വയ്യാതെ ആ കിടപ്പിൽ കിടന്നാണ്. ദിവസങ്ങൾ കഴിഞ്ഞപ്പോ അള്ളാന്റെ റസൂല് സ്വപ്നത്തിൽ വന്നു. സ്വപ്നത്തിൽ വന്നിട്ട് മഹാനവറുകളുടെ ശരീരം മുഴുവൻ തടകി കൊടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോ ഉറക്കത്തിൽ നിന്ന് പൂർണ്ണ ആരോഗ്യവാനായി മഹാനവറുകൾ ചാടി എഴുന്നേറ്റു എന്ന് ചരിത്രം. കെട്ടുകഥയല്ല, പരിശുദ്ധമായ മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുന്ന യാഥാർത്ഥ്യമാണ്. എന്നും അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ഷരീഫിന്റെ വെളിയിൽ മഹാനവറുകൾ എഴുതിയ ബുർദയുടെ വരികൾ എഴുതി വച്ചിട്ടുണ്ട്, കൊത്തിവച്ചിട്ടുണ്ട്. റസൂലിന്റെ പരിശുദ്ധ റസൂലിന്റെ ഖബർ ഷരീഫിന്റെ വെളിയിൽ ബുർദയുടെ വരികളുണ്ട്. എഴുതിയത് ബഹുമാനപ്പെട്ട ബൂസിരി ഇമാം.
ശരീരം തളർന്നുള്ള കിടന്ന കിടപ്പിൽ രോഗശയ്യയിൽ കിടപ്പ് രോഗിയായി കഴിയുമ്പോൾ നേർച്ചയാക്കിയിട്ട് റസൂലിനെ പുകഴ്ത്തിക്കൊണ്ട് അള്ളാന്റെ റസൂലിനെ പുകഴ്ത്തിക്കൊണ്ട് കവിത എഴുതിയതാണ്. റസൂല് തന്നെ സ്വപ്നത്തിൽ വന്നിട്ട് ശരീരം തടകി പൂർണ്ണ ആരോഗ്യത്തോടെ ചാടി എഴുന്നേറ്റുന്ന റസൂലിൽ നിന്ന് ആത്മീയമായ ട്രീറ്റ്മെന്റ് നമുക്ക് ലഭിക്കാൻ നമുക്ക് നൽകിയിട്ടുള്ള വലിയൊരു സബബാണ്. അള്ളാന്റെ റസൂലിനെ മദഹ് പറയാ, മൗലിദ് പാടുക എന്നൊക്കെ ഉള്ളത് നമുക്ക് തന്നിട്ടുള്ള ഒരു വഴിയാണ്, ഒരു ട്രീറ്റ്മെന്റിന്റെ വഴിയാണ്. അതും അള്ളാന്റെ റസൂലിൽ നിന്ന് ആത്മീയമായ ട്രീറ്റ്മെന്റ് ലഭിക്കാനുള്ള വലിയൊരു വഴി, ഒരു സബബാണ്. അള്ളാന്റെ റസൂലിനെ പുകഴ്ത്തുക, മദ്ഹ് പറയുക. നിങ്ങളൊക്കെ മങ്കൂസ് മൗലിദും ഷറഫലന മൗലിദും എന്ന പേരിലൊക്കെ അറബിയിലാകട്ടെ, മലയാളത്തിലാകട്ടെ, ഇംഗ്ലീഷിലാകട്ടെ, ഉറുദുവിലാകട്ടെ, ഏത് ഭാഷയിലാകട്ടെ റസൂലിനെ പുകഴ്ത്തി പറയുക, പാടുക എന്നുള്ളത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി ഇമാം പറഞ്ഞത്, എന്റെ കൈവശം ഉഹദ് മലയോളം സ്വർണമുണ്ടായിരുന്നാൽ അള്ളാന്റെ റസൂലിന്റെ മൗലിദിന് വേണ്ടി, മദ്ഹിന് വേണ്ടി ഞാൻ ചെലവ് ചെയ്യുമായിരുന്നു. എന്റെ കയ്യിൽ ഉഹദ് മലയോളം സ്വർണമുണ്ടായിരുന്നുവെങ്കിൽ ഞാനത് ചെലവ് ചെയ്യുമായിരുന്നു. അള്ളാന്റെ റസൂലിന്റെ മദ്ഹിനും മൗലിദിനുമായി. ആരാ പറയുന്നത്? ഹസൻ ബസ്രി ഇമാം, റഈസുത് താബിഈനാണ്. നൂറുകണക്കിന് സഹാബത്തിന്റെ കൂടെ ജീവിച്ച് അള്ളാന്റെ റസൂലിന്റെ ദീൻ എന്താണെന്ന് നേരിട്ട് മനസ്സിലാക്കിയ മഹാനാണ്, റഈസുത് താബിഈനാണ് ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി ഇമാം റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയാണ്, ഉഹദ് മലയുടെ എത്ര സ്വർണ്ണം ഉണ്ടായാലും ഞാനത് അള്ളാന്റെ റസൂലിനെ പുകഴ്ത്തി പറയാനും പാടാനും മൗലിദിനുമായിട്ട് ചെലവ് ചെയ്യുമായിരുന്നു. ഇതൊന്നും ഇല്ലാക്കഥയൊന്നുമല്ല, ഇതൊക്കെ ദീനിലുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ആത്മീയമായ ട്രീറ്റ്മെന്റ് നമുക്ക് ലഭിക്കാൻ, നമ്മുടെ ദുന്യാവിന്റെ, നമ്മുടെ ആഖിറത്തിന്റെ കാര്യങ്ങൾ പടച്ചവൻ ഏറ്റെടുക്കാൻ, ഭംഗിയാക്കി തരാൻ, നമ്മുടെ ഹാജത്തുകൾ നിറവേറാൻ, നമ്മുടെ സങ്കടങ്ങൾ പരിഹരിക്കപ്പെടാൻ, രോഗങ്ങൾക്ക് ശിഫ ലഭിക്കാൻ ഉള്ള വലിയൊരു സബബ് അള്ളാഹ് നമുക്ക് ഒരുക്കി തന്നിട്ടുള്ള വലിയൊരു സബബാണ്. ഒരു ചികിത്സയുടെയെന്നോ ട്രീറ്റ്മെന്റിന്റെന്നോ വിജയത്തിന്റെന്നോ ഉള്ള ഒരു വലിയൊരു വഴിയാണ് അള്ളാന്റെ റസൂലിനെ പുകഴ്ത്തി പാടി പറയുന്ന മൗലിദിന്റെ മദ്ഹിന്റെ സദസ്സുകൾ എന്നുള്ളത്. അതുകൊണ്ട് ഓരോ വർഷവും ഇങ്ങനെ റബീഉൽ അവ്വലുകൾ കടന്നു വരുമ്പോ നഷ്ടക്കാരാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അവസരം നമുക്ക് ലഭിക്കുന്നത്, ഇങ്ങനൊരു അവസരം ലഭിക്കുന്നത് റമദാൻ, ഈ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോ മാത്രമാണല്ലോ. മൗലിദും മദ്ഹും നമുക്ക് എപ്പോഴും നടത്താം, ഏത് മാസവും നടത്താം, ഏത് സമയവും നടത്താം, ഏത് വീട്ടിലും നടത്താം. പക്ഷെ എത്ര താല്പര്യത്തോടെ, ഉത്സാഹത്തോടെ ഉമ്മത്ത് മുഴുവൻ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് മൗലിദിന്റെ സദസ്സുകൾ സംഘടിപ്പിക്കുക, മദ്ഹിന്റെ സദസ്സുകൾ സംഘടിപ്പിക്കുക എന്നുള്ളത് അത് റബീഉൽ അവ്വൽ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ആ അവസരം നമ്മൾ പാഴാക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ, ആയുസ്സിൽ അള്ളാന്റെ റസൂലിന്റെ പേരിലുള്ള മദ്ഹും മൗലിദും അടങ്ങുന്ന നന്മകൾ വർദ്ധിപ്പിക്കാൻ എല്ലാ നിലക്കും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അതിലേക്ക് ചേർന്ന് നിൽക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ